119 സങ്കീർത്തനം 18 വാക്യത്തിൽ വ്യത്യസ്തമായ ഒരു പ്രാർത്ഥന നാം കാണുന്നുണ്ട്. അതിങ്ങനെയാണ്: നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ. എൻ്റെ കണ്ണുകളെ തുറക്കണമേ എന്നുള്ളത് കുറിവാക്യമായി എടുക്കുക. വ്യത്യസ്തമായ ഒരു പ്രാർത്ഥനയാണിത്. സങ്കീർത്തനക്കാരൻ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ദൈവത്തോട് പറയുകയാണ്: കർത്താവേ, എൻ്റെ കണ്ണുകളെ ഒന്ന് തുറക്കണമേ. അവിടുത്തെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ എനിക്കൊന്ന് കാണണം. അതുകൊണ്ട് അവിടുന്ന് എൻ്റെ കണ്ണുകളെ തുറന്നാലും. ഇതിലൂടെ താൻ സമ്മതിക്കുന്നതായ ഒരു കാര്യം എന്താണ്? കർത്താവേ, എൻ്റെ കണ്ണുകൾക്ക് മതിയായ കാഴ്ചശക്തിയില്ല. അവിടുത്തെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ തക്കവണ്ണം എൻ്റെ കണ്ണുകൾക്ക് മതിയായ കാഴ്ചശക്തിയില്ല. അതുകൊണ്ട് എൻ്റെ കണ്ണുകളെ തുറക്കണമേ. വാസ്തവത്തിൽ നമ്മുടെ കണ്ണുകൾ തുറന്നിരിക്കുന്നുവെങ്കിലും നാം കാണേണ്ടത് കാണുന്നില്ല എന്നുള്ളത് വിശ്വാസ സമൂഹം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. നാം ഒരുപാട് കാഴ്ചകൾ കാണുന്നുണ്ട്. നമ്മുടെ ചുറ്റുപാടുകളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നാം കണ്ടുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ നാം കാണേണ്ടത് കാണുവാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ടുന്നതായ ഒരു വസ്തുതയാണ്. എഫെസ്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം എന്നാണ്. അതുകൊണ്ട് നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കുമ്പോഴാണ് കാണേണ്ടത് കാണുവാൻ നമുക്ക് സാധിക്കുന്നത്. ബാഹ്യമായ നേത്രങ്ങൾ കൊണ്ട് എല്ലാ കാഴ്ചകളും കാണുവാൻ നമുക്ക് സാധിക്കുകയില്ല. കാണേണ്ടത് കാണുവാൻ നമുക്ക് കഴിയുകയില്ല. പ്രത്യേകിച്ച് ദൈവവചനത്തിലെ അത്ഭുതങ്ങൾ കാണണമെങ്കിൽ ദൈവം നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കണം. നമ്മുടെ ആന്തരികമായ കണ്ണുകളെ ദൈവം തുറക്കണം. എങ്കിൽ മാത്രമേ ദൈവവചനത്തിലെ അത്ഭുതകരമായ കാര്യങ്ങൾ കാണുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. എല്ലാ വിശ്വാസികളും ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു കാര്യം കൂടെയാണിത്. കർത്താവേ, അവിടുത്തെ വചനത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ എന്നുള്ളത്. വാസ്തവമായി ദാവീദ് രാജാവ് നമുക്ക് നൽകുന്ന വലിയൊരു മാതൃകയാണിത്. നമ്മുടെ പ്രാർത്ഥനയിൽ നാം ഇതുകൂടെ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവേ, വചനം എനിക്ക് നന്നായി മനസ്സിലാക്കുവാനും വചനത്തിലെ അത്ഭുതങ്ങളെ കാണുവാനും എൻ്റെ കണ്ണുകളെ അവിടുന്ന് തുറക്കണമേ എന്നുള്ളത്. ഒരുപക്ഷെ നാം എല്ലാ ദിവസവും വചനം വായിക്കുന്നവരായിരിക്കാം. എന്നാൽ അതിനെ മനസ്സിലാക്കുവാൻ എത്രത്തോളം നമുക്ക് സാധിക്കുന്നുണ്ട്? ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുവാൻ എത്രത്തോളം നമുക്ക് സാധിക്കുന്നുണ്ട്? അവിടെയാണ് നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കേണ്ടുന്നതിൻ്റെ ആവശ്യകത വാസ്തവമായി നാം അറിയേണ്ടുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ദിവസം സന്ധ്യാസമയത്ത് 2 പേർ യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് പോവുകയാണ്. കർത്താവ് അവരോട് ചേർന്ന് നടന്നു. എന്നാൽ കർത്താവിനെ കാണുവാൻ അവർക്ക് സാധിച്ചില്ല. കാരണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു എന്നാണ് നാം വായിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ മരണ പുനരുദ്ധാനങ്ങളെ സംബന്ധിച്ച് അവർ തമ്മിൽ സംസാരിച്ചും തർക്കിച്ചും കൊണ്ടുപോകുന്നതായ സമയത്ത് കർത്താവ് അവരോട് ചേർന്ന് നടന്നു. അവരോട് ചേർന്ന് നടന്ന കർത്താവ് അവരോട് സംസാരിക്കുമ്പോൾ അവരുടെ ഹൃദയം അവരുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നു എന്നാണ് അവർ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത്. അവരൊരുമിച്ച് ഭക്ഷണത്തിലിരിക്കുമ്പോൾ അവൻ അവരുടെ കണ്ണ് തുറന്നു. അവർ അവനെ അറിഞ്ഞു. ഉടൻ തന്നെ അവൻ അവർക്ക് അപ്രത്യക്ഷനായി. ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കർത്താവ് നമ്മുടെ കണ്ണിനെ തുറന്നെങ്കിൽ മാത്രമേ നമുക്ക് അവിടുത്തെ തിരിച്ചറിയുവാൻ സാധിക്കുകയുള്ളൂ. ദൈവവചനത്തിലെ അത്ഭുതകരമായ കാര്യങ്ങൾ കാണുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. അല്ലാതെ നാം എത്രമാത്രം വിചാരിച്ചാലും ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാനോ ദൈവവചനത്തിലെ അത്ഭുതകരമായ കാര്യങ്ങൾ കാണുവാനോ ഒന്നും നമുക്ക് സാധിക്കുകയില്ല. നമ്മുടെ ഹൃദയദൃഷ്ടിയെ പ്രകാശിപ്പിക്കുന്നവൻ വലിയവനായ ദൈവമാണ്. ഇതറിഞ്ഞ ദാവീദ് രാജാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്: കർത്താവേ, അവിടുന്ന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ. അവിടുത്തെ ന്യായപ്രമാണത്തിലെ അത്ഭുതകരമായ കാര്യങ്ങൾ കാണുവാൻ അവിടുന്ന് ദയവ് ചെയ്ത് എൻ്റെ കണ്ണുകളെ ഒന്ന് തുറക്കണമേ. ഇന്ന് രാവിലെ
നമുക്കും ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ സാധിക്കണം. കർത്താവേ, അവിടുത്തെ വചനത്തിലെ അത്ഭുതകരമായ കാര്യങ്ങൾ കാണുവാൻ എൻ്റെ ഹൃദയദൃഷ്ടിയെ ഒന്ന് പ്രകാശിപ്പിക്കണമേ. കഷ്ടത അനുഭവിക്കുമ്പോൾ, ഞെരുക്കത്തിലൂടെ കടന്നു പോകുമ്പോൾ, രോഗികളാകുമ്പോൾ, ക്ഷീണിതരാകുമ്പോൾ, മനസ്സ് വല്ലാതെ വിഷമിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കണം. കർത്താവേ, അവിടുന്ന് എൻ്റെ കണ്ണുകളെ ഒന്ന് തുറക്കണമേ. അവിടുത്തെ വചനത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ, അത് മനസ്സിലാക്കുവാൻ അവിടുന്ന് എൻ്റെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിപ്പിക്കണമേ. ദാവീദ് പറഞ്ഞതുപോലെ എൻ്റെ കണ്ണുകളെ അവിടുന്ന് ഒന്ന് പ്രകാശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ദൈവം കാഴ്ച നൽകുമ്പോൾ, നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കുമ്പോൾ, നമ്മുടെ കണ്ണ് തുറന്നു തരുമ്പോൾ നമുക്കെന്താണ് കാണുവാൻ സാധിക്കുന്നത്? അതുകൂടെ പറഞ്ഞ് ഇന്ന് രാവിലെയുള്ള ഈ ധ്യാന ചിന്തകൾ അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 6-ാം അധ്യായത്തിൽ നാം വായിക്കുന്ന ഒരു ചരിത്രമുണ്ട്. എലീശ പ്രവാചകനെ പിടിക്കേണ്ടുന്നതിന് അരാം രാജാവ് തൻ്റെ ശക്തിയുള്ള സൈന്യത്തെ അയക്കുന്നതായ ഒരു രംഗമാണ് അവിടെ എഴുതിയിട്ടുള്ളത്. പ്രവാചക ശിഷ്യൻ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അരാം രാജാവിൻ്റെ ശക്തിയേറിയ സൈന്യം പട്ടണം വളഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് താൻ കാണുന്നത്. താൻ വല്ലാതെ ഭയപ്പെട്ടു പോയി. അങ്ങനെ വല്ലാതെ ഭയപ്പെട്ട് എലീശയുടെ അടുക്കൽ ചെന്നിട്ട് പരാതി പറയുകയാണ്, യജമാനനെ, അരാം രാജാവ് തൻ്റെ ശക്തിയേറിയ സൈന്യത്തെ അയച്ചു. നമ്മുടെ ചുറ്റും സൈന്യം വളഞ്ഞിരിക്കുന്നു. നാം ഇനി എന്ത് ചെയ്യും? വല്ലാതെ ഭയപ്പെട്ടുകൊണ്ടാണ് ഈ പ്രവാചക ശിഷ്യൻ എലീശായുടെ ഈ കാര്യം പറയുന്നത്. എന്നാൽ എലീശായുടെ മറുപടി 2 രാജാക്കന്മാർ 6-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രവാചകൻ പറയുകയാണ്, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികമാണ്. എന്നിട്ട് പ്രവാചകൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവൻ്റെ കണ്ണുകളെ തുറക്കണമേ. യഹോവയായ ദൈവം പ്രവാചക ശിഷ്യന്റെ കണ്ണുകളെ തുറക്കുമ്പോൾ അവൻ കാണുന്ന കാഴ്ച അത്ഭുതകരമായിരുന്നു. എലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. അവൻ അത്ഭുതപ്പെട്ടു പോയി. സാധാരണ രഥങ്ങളോ കുതിരകളോ അല്ല, അഗ്നിമയമായ കുതിരകളും അഗ്നിമയമായ രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്ന കാഴ്ച. എലീശ പ്രവാചകന്റെ ചുറ്റും ദൈവം അയച്ചിരിക്കുന്ന സ്വർഗീയ സൈന്യത്തെ അവൻ കണ്ടു. അവൻ അത്ഭുതപ്പെട്ടു പോയി. ഇന്ന് രാവിലെ ഈ വചനം ധ്യാനിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ പ്രിയമുള്ളവരെ. നമ്മുടെ കണ്ണുകളെ ദൈവം തുറക്കുമ്പോൾ നാം കാണുന്ന കാഴ്ച എന്താണ്? ദൈവം നമുക്ക് ചുറ്റും നൽകിയിരിക്കുന്ന ശക്തിയേറിയ സ്വർഗീയ സൈന്യത്തെ കാണുവാൻ നമുക്ക് സാധിക്കണം. ദൈവം നമുക്ക് നൽകുന്ന രക്ഷാ കവചം കാണുവാൻ നമുക്കിടയാകണം. ദൈവവചനത്തിലെ അത്ഭുതകരമായ കാര്യങ്ങൾ കാണുവാൻ നമുക്ക് സാധിക്കണം. ഈ ഒരു കാഴ്ച കാണണമെങ്കിൽ വലിയവനായ ദൈവം നമ്മുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കണം. നമ്മുടെ കണ്ണുകളെ അവിടുന്ന് തുറക്കണം. ഇന്ന് രാവിലെ നമ്മുടെ ചുറ്റും ദൈവം നിർത്തിയിരിക്കുന്ന ഈ അഗ്നിമയമായ രഥങ്ങളെയും അഗ്നിമയമായ കുതിരകളെയും കാണുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇന്നലെ രാത്രിയിൽ നാം കിടന്നുറങ്ങിയപ്പോൾ നമ്മുടെ ചുറ്റും ദൈവം കാവൽ നിർത്തിയ വലിയ സ്വർഗീയ സൈന്യത്തെ കാണുവാൻ നമുക്ക് സാധിക്കുമോ? ദൈവം ഇയ്യോബിന് ചുറ്റും വേലി കെട്ടിയതുപോലെ നമുക്ക് ചുറ്റും കെട്ടിയിരിക്കുന്ന വേലി കാണുവാൻ നമുക്ക് സാധിക്കുമോ? ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല എന്നെഴുതിയിരിക്കുന്നത് പോലെ ദൈവം നമ്മെ കാത്തു പരിപാലിക്കുന്ന വിധങ്ങൾ കാണുവാൻ നമുക്ക് കഴിയുമോ? അങ്ങനെ ദൈവം നൽകുന്ന സ്വർഗീയമായ കരുതൽ കാണുവാൻ ഇന്ന് രാവിലെ നമുക്ക് സാധിക്കണമെങ്കിൽ ദൈവം നമ്മുടെ കണ്ണുകളെ തുറക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് രാവിലെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ, അവിടുത്തെ അത്ഭുതകരമായ കാര്യങ്ങൾ കാണുവാൻ എൻ്റെ കണ്ണുകളെ അവിടുന്ന് തുറന്നു തരണമേ. അവിടുത്തെ വചനത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ. അങ്ങനെ ദൈവം കണ്ണുകളെ തുറന്നു തരുമ്പോൾ രോഗികളായിരിക്കുന്നവരെ കർത്താവ് അടുത്തു വന്ന് തലോടി ആശ്വസിപ്പിക്കുന്നത് കാണുവാൻ സാധിക്കും. ക്ഷീണിതരായിരിക്കുന്നവരെ കർത്താവ് സഹായിക്കുന്നത് കാണുവാൻ സാധിക്കും. നിരാശയിലാണ്ടിരിക്കുമ്പോൾ നിരാശ മാറ്റുന്ന സ്വർഗീയമായ ഒരു കരം കാണുവാൻ നമുക്ക് സാധിക്കും. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, ഈ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ബാഹ്യമായ കാഴ്ചയുണ്ടെങ്കിലും പലപ്പോഴും ഞങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കാതെ ഇരിക്കുന്നത് കൊണ്ട്
അവിടുത്തെ വചനത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് ഞങ്ങൾ സ്വയം സമ്മതിക്കുന്നു. ഞങ്ങളുടെ അരികിലേക്ക് അവിടുന്ന് വരുന്നത് കാണുവാൻ പലപ്പോഴും ഞങ്ങൾക്ക് സാധിക്കുന്നില്ലല്ലോ. ഞങ്ങളുടെ ക്ഷീണാവസ്ഥയിൽ ഞങ്ങളെ സഹായിക്കുന്നത് കാണുവാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ലല്ലോ കർത്താവേ. ഞങ്ങളുടെ രോഗാവസ്ഥയിൽ അവിടുന്ന് ഞങ്ങളുടെ അരികിൽ വന്നിരുന്ന് ഞങ്ങളെ തലോടുന്നത് കാണുവാൻ പലപ്പോഴും ഞങ്ങൾക്ക് കഴിയുന്നില്ലല്ലോ കർത്താവേ. ഞങ്ങളുടെ പ്രയാസവേളയിൽ, ഞങ്ങളുടെ ദുഃഖവേളയിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന കരം കാണുവാൻ പലപ്പോഴും ഞങ്ങൾക്ക് സാധിക്കുന്നില്ലല്ലോ കർത്താവേ. അവിടുന്ന് ഞങ്ങളുടെ ഭവനങ്ങളുടെ ചുറ്റും നിർത്തിയിരിക്കുന്ന സ്വർഗീയ സൈന്യത്തെ കാണുവാൻ പലപ്പോഴും ഞങ്ങൾക്ക് കഴിയുന്നില്ലല്ലോ കർത്താവേ. അവിടുന്ന് ഞങ്ങളെ സഹായിക്കുന്ന വിധങ്ങൾ കാണുവാൻ പലപ്പോഴും ഞങ്ങളുടെ കണ്ണുകൾക്കാവുന്നില്ലല്ലോ കർത്താവേ. ഇന്ന് രാവിലെ അവിടുന്ന് ഞങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കണമേ. അവിടുന്ന് ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ കർത്താവേ. അവിടുത്തെ കാണുവാൻ, അവിടുന്ന് നൽകിത്തരുന്ന സഹായം കാണുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാവിലെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ. അവരുടെ കണ്ണുകളെ തുറന്നാട്ടെ. അവിടുത്തെ സാന്നിധ്യം കാണുവാൻ, അവിടുത്തെ മഹത്വം കാണുവാൻ, അവിടുത്തെ വചനത്തിലെ അത്ഭുതം കാണുവാൻ അവിടുന്ന് അവരെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ.